അടുത്തത് ശിവസ്വരയോഗത്തെക്കുറിച്ചൊരു ക്ലാസ്സാണ്. ക്ലാസ് എടുക്കുന്നത് ശ്രീ കൈതപ്രം വാസുദേവൻ നമ്പൂതിരി അവർകളാണ്. അറിയപ്പെടുന്ന യോഗ ഗുരുവായ അദ്ദേഹം യോഗ ക്ലാസ്സസും റിട്രീറ്റ്സും നടത്തുന്നു. ഇൻ്റർനാഷണൽ യോഗ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഇപ്പോൾ പൈതൃകിൻ്റെ ഡയറക്ടറാണ്. ശ്രീ കൈതപ്രം വാസുദേവൻ നമ്പൂതിരി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഒരു പബ്ലിക്കായിട്ട് എടുക്കുന്നൊരു വിഷയമല്ല ഇത് സാധാരണ. കാരണം യോഗയാണെന്ന് പറഞ്ഞാൽ സ്വരയോഗം എന്ന് പറയാം. പക്ഷേ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന യോഗത്തിൽ ഇത് പെടില്ല. ജ്യോതിഷത്തിൽ പെടുകയും വെച്ചാൽ കുറച്ച് ജ്യോതിഷത്തിൽ പെടും. വേദാന്തത്തിൽ പഠിച്ച കുറച്ച് വേദാന്തമുണ്ട്. അതേപോലെ സാഖ്യം അതുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സായിട്ടുള്ളൊരു സാധനമാണ് ശിവസ്വരോദയം എന്നാണ് ഇത് പുസ്തകത്തിൻ്റെ പേര്. സ്വര ഉദയം എന്നാണ്. അത് പിന്നെ ബീഹാർ സ്കൂൾ യോഗയൊക്കെ സ്വരയോഗം എന്നുള്ളൊരു പുസ്തകം ഇറക്കി. ഇതാണ് ബേസിക് ഗ്രന്ഥം, സ്വരോദയം. അപ്പോൾ ഈ അടിസ്ഥാനമായിട്ടുള്ള വാക്ക് സ്വരം. സ്വരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശബ്ദം. പക്ഷെ ഇത് സാധാരണ ശബ്ദമല്ല. മലയാളത്തിൽ ഇതിനെ ജ്യോതിഷന്മാരൊക്കെ ശരം എന്നാണ് പറയുക. അവർ എന്തെങ്കിലും ഒരു പ്രശ്നം വെക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ അവർ ശരം നോക്കുക എന്ന് പറയും. ശരം നോക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കൈ ഇങ്ങനെ വെക്കും. ശ്വാസം ഏത് മൂക്കിലൂടെയാണ് നോക്കും എന്ന് പറഞ്ഞാൽ ശ്വാസത്തിൻ്റെ ഒരു പര്യായമായിട്ടാണ് സ്വരം. വാസ്തവത്തിൽ ഈ ശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന സൂക്ഷ്മമായിട്ടുള്ള ശബ്ദം, അതാണ് സ്വരം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു വാക്കിന് ഓരോ ശാസ്ത്രത്തിലും ഓരോ അർത്ഥം ഉണ്ടാവും. ഇവിടെ ഈ സൂക്ഷ്മമായിട്ടുള്ള ശ്വാസത്തിൻ്റെ സൂക്ഷ്മമായ ശബ്ദം ഒരു തരത്തിൽ പറഞ്ഞാൽ ശ്വാസം തന്നെ. പക്ഷെ സ്വരം എന്ന് പറയുമ്പോൾ ആ വാക്ക് ശബ്ദം എന്നുള്ളത് നമ്മുടെ ഒരു പതിഞ്ഞ ശബ്ദമായത് ഒരു വാക്കായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇൻ ഫാക്ട് ഇറ്റ് ഈസ് സ്വരം എന്ന് പറഞ്ഞാൽ ശ്വാസം എടുത്താൽ അർത്ഥം. അങ്ങനെ വന്നാൽ ഇപ്പം ഇന്നെന്ത് ശ്വാസത്തിനെന്ത് യോഗം വന്ന് പതഞ്ജലിയിൽ പ്രാണായാമില്ലേ, പിന്നെന്താ ഇവിടെ ഒരു പ്രത്യേകമായിട്ട് വരാൻ കാരണം എന്നൊക്കെയുള്ള ചോദ്യം വരും. ഇവിടെ ഈ സ്വരയോഗത്തിൽ ശ്വാസത്തിൻ്റെ പല സൂക്ഷ്മവശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അതാണ്. മാത്രമല്ല പ്രധാനമായിട്ടും നമുക്കറിയാം ശ്വാസം, നമ്മുടെ പൊതുവെയുള്ള ധാരണ നമ്മൾ ശ്വാസം കഴിക്കുമ്പോൾ രണ്ട് മൂക്കിലേക്കൂടെയും ശ്വാസം വരുന്നു എന്നാണ്. അങ്ങനെയല്ല, ഒരു മൂക്കിലേക്കൂടെ ശക്തിയിൽ ശ്വാസം വരുന്നുള്ളൂ. അത് ചിലപ്പോൾ ഇടത്തേതാവാം, ചിലപ്പോൾ വലത്തേതാവാം. പക്ഷെ അത് നമ്മുടെ ശ്രദ്ധയിൽ വിടില്ല. രണ്ട് മൂക്കുണ്ടല്ലോ, അപ്പോൾ രണ്ട് മൂക്കിലേക്കൂടെ ശ്വാസം വരുന്നുണ്ട് എന്നുള്ള ധാരണയിൽ നമ്മളങ്ങനെ ഇരിക്കുക. ഇപ്പം ശ്വാസം വിളിച്ചു നോക്കിയാൽ അറിയാം ഏതോ ഒരു മൂക്കിലേക്കൂടെയാണ് ശക്തി കൂടുതൽ. അപ്പോൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് കയറി പോവാണ്. മാത്രമല്ല ഈ ശ്വാസം ഒന്നുകിൽ ഇടതിലൂടെ കയറ്റുമിറക്കും, പിന്നെ വലതിലൂടെ, അല്ലെങ്കിൽ ചില സമയത്ത് രണ്ടിലൂടെയും തുല്യമായിട്ട് ഇങ്ങനെയൊക്കെ വരും. ഇത് നാഡിയുമായിട്ടും ബന്ധപ്പെടുന്നു. അപ്പം നാഡീശാസ്ത്രം അറിയേണ്ടി വരും. പിന്നെ ഇപ്പം ജ്യോതിഷക്കാർ നിങ്ങളൊരു ചോദ്യക്കാരനായിട്ട് പോയാൽ
പോകുന്ന ആൾ അറിയുന്നില്ലല്ലോ ഏത് ഭാഗത്താണ് നിൽക്കേണ്ടതെന്ന്. ഇനി അറിഞ്ഞാലും കാര്യമില്ല. നിങ്ങൾ ഈ ഭാഗത്തിരുന്നു, ഞാൻ ജ്യോത്സ്യൻ, എൻ്റെ വലത്തെ മൂക്കിലെ കൂടെ ആണെങ്കിൽ നിങ്ങളുടെ വലത്തെ ഭാഗത്ത് ചോദ്യം ചോദിച്ചാൽ അതിന് എതിര് പറഞ്ഞോളൂ. അയാൾ ചോദ്യത്തിന് എതിരാണ്. ഈ ഭാഗത്ത് ചോദിച്ചാൽ അപ്പോൾ എൻ്റെ ഇടത് ഭാഗത്ത് നിൽക്കുമ്പോൾ ഇടത് ഭാഗത്ത് അയാൾ നിൽക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ്, അയാൾ പറഞ്ഞത് ശരിയായിരിക്കും. ഈ രീതിയിൽ ഉള്ളോട്ട് കയറി. ഞാൻ ഇതിൻ്റെ ഒരു വശം പറയാൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പ്രാണായാമത്തിൽ ഇടത്ത് ഭാഗത്തേത് ഇട, വലത്ത് ഭാഗത്തേത് പിങ്കള നാടിയ. രണ്ടിലെ കൂടി വരുമ്പോഴും സുഷുമ്ന. അപ്പോൾ ഇടത്ത് ഭാഗത്തെ കൂടി ശ്വാസം വരുമ്പോൾ ഇടയാണ് ആക്റ്റീവ്. വലത്ത് ഭാഗത്തെ കൂടി ശ്വാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പിങ്കളയാണ് ആക്റ്റീവ്. എന്താ ഇടയുടെ ക്വാളിറ്റി? അത് മനസ്സാണ്. ഇട എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്, ഇടത്തേത് ചന്ദ്രനാടിയാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവാണ്. അപ്പോൾ ചന്ദ്രനാടിയിലേക്കൂടി ശ്വാസം വരുമ്പോഴാണെങ്കിൽ മിക്കവാറും ഒരു മെഡിറ്റേഷൻ മൂഡിലായിരിക്കും നമ്മൾ. വലത്തെ മൂക്കിൽ കൂടെ ആണെങ്കിൽ നമ്മൾ ആക്റ്റീവായിരിക്കും. അന്നേരം പോയിട്ട് മെഡിറ്റേഷൻ ഇരുന്നാൽ വൃത്തികളുടെ എണ്ണം കൂടും. മൂന്നിലേക്കൂടിയും രണ്ടിലേക്കൂടിയും ഒരേപോലെ ആണെങ്കിൽ ആത്മീയത കൂടും. അത് നമ്മൾ കുറച്ചും കൂടി സ്പിരിച്വലായിരിക്കും ആ സമയത്ത്. അപ്പോൾ ഇത് പഠിച്ചതിനെ കൊണ്ട് എന്താ പ്രയോജനം? അതുള്ളതല്ലേ ചോദിച്ചാൽ അത് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ പകല് സൂര്യനാണ്, സൂര്യനാടിക്കാണ് ശക്തി വേണ്ടത്, രാത്രി ചന്ദ്രനാടിക്കാണ് ശക്തി വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ നാടി വലത്തു ഭാഗത്താണ്, എന്ത് ചെയ്യും? അപ്പോൾ ഈ നാടി മാറ്റാനുള്ളൊരു പരിപാടി. അത് ഈ കൈ ഇങ്ങനെ ഉയർത്തി വെച്ചാൽ മതി, ഇങ്ങനെ പിടിച്ചാൽ പോരാ. അതുകൊണ്ടാണ് ഈ യോഗിമാർ ഒരു സാധനമുണ്ട്, എന്താ എന്തായാലും പറയാ, യോഗദണ്ഡ്. ആ യോഗദണ്ഡ് ഏകദേശം കൈ കൃത്യ ലെവലിൽ വെക്കാൻ തക്കവണ്ണുള്ളതാണ് അതിൻ്റെ ഉയരം. അപ്പോൾ വലത്ത് ഭാഗത്തേക്ക് ഈ നാടി മാറ്റാൻ, ഒരു ഭാഗത്ത് മറ്റേ ഭാഗത്തേക്ക് മാറാൻ കുറച്ചു നേരം അവിടെ പിടിച്ചിരുന്നാൽ മതി. അതൊരു മാർഗം പ്രത്യക്ഷമായില്ല. എൻ്റെ അനുഭവത്തിൽ ഞാനിത് വായിച്ച കാലത്ത് നമ്മുടെ വിൽ പവർ കൊണ്ട് മാറ്റാൻ പറ്റും. ഇടത്തെ മൂക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പം വേണമെങ്കിൽ മാറ്റി കാണിച്ചു തരാം. ആ ഇടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ വിചാരിക്കുകയാണ് അത് വലത്തേക്കൂടെ മാറണം എന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം നല്ലോണം ശ്രദ്ധിച്ച് വലത്തേക്കൂടെ എടുത്താൽ വലത്തേ മാറും. ഇത് ട്രെയിനിങ് കൊണ്ട് വരുന്ന. ഇപ്പോൾ ഈ ഡാൻസിലത്തെ എല്ലാം ഉണ്ട്, അവർക്ക് കണ്ണിൻ്റെ ഒരു പിരികം മാത്രം ഇളക്കും. മോഹൻലാൽ ചെയ്യുന്നുണ്ട്. രണ്ടും ആൾട്ടർനേറ്റീവായിട്ട് ഇളക്കാൻ സാധിക്കും. നമുക്ക് സാധിക്കില്ല. പക്ഷേ മനുഷ്യ സാധ്യമാണ് വിത്ത് പ്രാക്ടീസ്. ഇപ്പോൾ ഇത് മാത്രം, ഈ ഭാഗത്ത് മാത്രം ഇളക്കാൻ പറ്റും. പ്ലാൻ ഒന്ന് പരിശ്രമിച്ചാൽ രണ്ടും ഒരേ സമയത്ത് ഇളക്കാൻ പറ്റും. അതുപോലെ മൂക്കിലെയും ഇടയിൽ നിന്ന് പിങ്കളയിലേക്കും പിങ്കളയിൽ നിന്ന് ഇടയിലേക്കും മാറ്റാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് രണ്ടിലും ഒരുപോലെ നിർത്തുന്നതാണ് ഏറ്റവും സുഖപ്രദമായിട്ടുള്ള സമയം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടിലെയും ഒരേപോലെ ആക്കാനും സാധിക്കും. ഞാനിപ്പോൾ ഇതിനോട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സഹായമില്ലാതെ നമ്മൾ സ്വയം വിൽ പവർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മൂക്കിൽ ഇടത്തിലോ വലത്തിലോ നടുക്കോ നിർത്താം. അപ്പോൾ ഞാനിത് ധാരാളം പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ടെൻഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും വലത്തിലേക്ക് വരും. അപ്പോൾ
കുറച്ച് ഇടത്തേലേക്ക് കൊണ്ടുവരും, പിന്നെ അത് നടുക്ക് നിർത്തും. ഞാൻ നിത്യം സൂര്യ നമസ്കാരം കഴിഞ്ഞ് എൻ്റെ ശവാസനം എന്ന് പറഞ്ഞാൽ കവിന്ന് കിടന്നിട്ട് വെച്ചിട്ടാണ് നിൽക്കുക. അപ്പോൾ ഞാൻ ഈ ഭാഗത്തേക്ക് ചരിക്കുമ്പോൾ എൻ്റെ മൂക്ക് വലത്തേതാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ സൂക്ഷ്മമായിട്ട്. അപ്പോൾ വലത്തേക്ക് വരുമ്പോൾ വേണ്ട, രണ്ടിലും കൂടെ ഒന്നിച്ച് വരട്ടെ, രണ്ടിലും ഒന്നിച്ച് വരുത്താൻ സാധിക്കും. ഇത് ഞാൻ നിങ്ങളെല്ലാം ഈ യോഗയുടെ ആശാന്മാരായതുകൊണ്ടാണ് പറയുന്നത്. അതിൽ വേറെയെങ്കിലും പറഞ്ഞൊരു കാര്യമില്ല, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ ഇങ്ങനെ ഈ ശാസ്ത്രത്തെ നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. മെഡിറ്റേഷൻ സമയത്ത് ഏതാ നല്ലത്? രണ്ടിലേക്കൂടെ. സുഷുമ്ന ഉണരും, അല്ലെങ്കിൽ ഇടയും പെങ്ങൾ മാത്രമേ ഉണരൂ. സുഷുമ്ന ഉണരുമ്പോൾ ഇത് തിരിച്ചുമാണ്. സുഷുമ്ന ഉണർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ്റെ മൂക്കിൽ നോക്കിയാൽ മതി, രണ്ടിലേക്കൂടെ ആയിരിക്കും കാറ്റ് ശ്വാസം വരുന്നത്. ഇത്രയും കാര്യം ആദ്യമായിട്ടൊന്ന് വെക്കാം. അപ്പോൾ ഇടയും പിങ്കളയും സുഷുമ്നയും ഇതിൽ വലിയ ഒരു കളി കളിക്കുന്നതാണ് ഈ സ്വരയോഗത്തിൽ നടത്തും. ഇതിൽ 395 ശ്ലോകങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. 395 ശ്ലോകങ്ങളിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് മുഴുവനും പറയുന്നുണ്ട്. നമുക്ക് സാധാരണ ശ്വാസം 21,600 ഒരു ദിവസം. ഒരു മിനിറ്റിൽ 15 അല്ലേ? അങ്ങനെയല്ലേ കണക്ക്? അങ്ങനെയാണ്. അപ്പോൾ അത് കുടിച്ചു നോക്കിയാൽ മതി. ചിദംബരത്തെ അമ്പലത്തിലെ കഴുക്കോലുകൾ ഈ സംഖ്യയാണെന്നാണ് പറയുന്നത്. ചിദംബരമാണ് അവിടെ. അപ്പോൾ ഈ സ്വരയോഗം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഉപയോഗിച്ചതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി ഈ ചില ഭാഗങ്ങൾ ഞാൻ സൂചിപ്പിച്ചതിന് ശേഷം ഇതിൽ പറയുന്ന ഇത് ഒരു റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിലത്തെ ഒറിജിനൽ വായിച്ച് പറയാം. മുഴുവനൊന്നും നമുക്ക് വായിച്ചു തീർക്കാനുള്ള സമയം ഇല്ല. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞു ഈ ഡ എന്ന് പറഞ്ഞാൽ മനസ്സ്, പിങ്കള പ്രാണൻ, അതിനാണ് ആക്ടിവിറ്റി. എന്താ പ്രാണൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ ഉണ്ടല്ലോ. എന്തിനും ഇതിന് മാത്രം ണാന്ന് വന്നത്? വാസ്തവത്തിൽ പ്രാണൻ എന്നാണ്. സംസ്കൃതക്കാർക്കറിയും. ഇപ്പോൾ ഇത് രാ വന്നാൽ അത് ണാന്നാവും. അതുകൊണ്ടാണ് ഉത്തരായണം ദക്ഷിണായനം രാ വന്നുകൊണ്ട്. അങ്ങനെയാണ് പ്ര അനൻ. അനൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ അനങ്ങൽ തന്നെ. അതിൽ നിന്നാണ് ഈ അനങ്ങുക എന്നുള്ള വാക്ക് വന്നത് മലയാളത്തിൽ. പ്രകർഷേണ അനതി, പ്രത്യേകമായിട്ട് അനങ്ങുന്നു. അതിനെയാണ് പ്രാണൻ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാണന് നമുക്കറിയാം 5 ഘടകങ്ങളുണ്ട്. അത് നമുക്ക് അതിലേക്ക് കിടക്കാം പിന്നെ. അപ്പോൾ മനസ്സ്, പ്രാണൻ, ആത്മ, അതുതന്നെയാണ് ഇട, പിങ്കള, സുഷുമ്ന. ഇത് തന്നെ ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, അതേപോലെ മെഡിറ്റേഷൻ. പിന്നെ മെൻ്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ, അതെല്ലാം എടുത്തോളണം. ഞാനത് ചുരുക്കി പറയാണ്. പിന്നെ മാനസികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം, ഉദാഹരണമായിട്ട് ചിന്ത, മെമ്മറൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയാണ്. ശരീരത്തിലെ ഡൈജസ്റ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാണൻ്റെ പ്രവർത്തനമാണ്, പിങ്കളയുടെ പ്രവർത്തനമാണ്. മെഡിറ്റേഷനിലേക്ക് വരുമ്പോഴേക്ക് അത് മൂന്നാമത്തെ സുഷുമ്നയിലേക്ക് പോകും. ഇട ശിവനാണ്, പിങ്കള ശക്തിയാണ്, സുഷുമ്ന ശൂന്യനാണ്, ശൂന്യസ്വരമാണ് അവിടെ.
ഇടയിൽ ഇൻറ്റേർണൽ അവയർനെസ് ആണ് വരിക. പിങ്കളയിൽ സ്വാഭാവികമായിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ളതാണ്. മറ്റേതിൽ ട്രാൻസെൻഡൻ്റൽ, ഇതിനെ കടന്നു വെക്കുന്ന ജ്ഞാനമാണ്. രണ്ടിലും ഒരേപോലെ വന്നാൽ വരും. ഇങ്ങനെ ഞാനത് ചുരുക്കി ഓടിച്ചു തീർക്കുകയാണ്. നമുക്ക് വന്നിട്ട് സമയമുണ്ടെങ്കിൽ കുറച്ച് ഏതെങ്കിലും സംശയമുള്ള ഭാഗം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. കാരണം പുസ്തകത്തിൽ നമുക്ക് ഒറിജിനൽ സംസ്കൃതം തന്നെ നോക്കിയിട്ട് ചെയ്യാം. അപ്പം ഈ പ്രാണൻ തന്നെയാണ് ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞിട്ട് വേദാന്തക്കാർക്കെല്ലാം അറിയാം. വൂമ്പ് ഒരു ഗർഭമാണ്, ഒരു അണ്ഡമാണ്. അത് തന്നെയാണ് പ്രാണൻ. അപ്പം പ്രാണൻ ഇതിൽ വലിയ കളി കളിക്കുന്നുണ്ട് ഈ സ്വരയോഗത്തിൽ. അപ്പം അത് കോസ്മിക്കുമാണ്, അത് സട്ടിലാണ്. പ്രാണൻ അതിനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക പ്രത്യക്ഷമാണ്, നമുക്ക് കാണാൻ സാധിക്കും. വേറെ ഒന്ന്, ഈ പ്രാണനും മനസ്സും തമ്മിൽ എന്താ ബന്ധം? രണ്ടും ഇടയിൽ പെങ്ങളാണല്ലോ. ബന്ധം ഉണ്ടോ വെച്ചാൽ രണ്ടും ഒന്നാണ്. പ്രാണന്റെ സൂക്ഷ്മരൂപമാണ് മനസ്സ്. അപ്പോഴ് ഈ മനസ്സിൽ എന്തെങ്കിലും ഒരു വൃത്തി, ഒരു ക്ഷോഭം ഉണ്ടായാൽ ഉടനെ അത് പ്രാണനെ ബാധിക്കും. അപ്പോൾ ദേഷ്യം വന്നാൽ ശ്വാസത്തിൻ്റെ സ്പീഡ് നോക്കിയാൽ മതി. ഞാനതിൻ്റെ കണക്കെല്ലാം പറയാം, ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദേഷ്യം വന്നാൽ എന്തെങ്കിലും സംഭവിക്കും, പിന്നെ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് എങ്ങനെയാണ് ശ്വാസത്തിൻ്റെ ഗതി എന്നൊക്കെ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിൽ എന്ത് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുവോ അത് തീർച്ചയായിട്ടും ഇതിൽ പ്രതിഫലിക്കും, തിരിച്ചും സാധിക്കും. അതാണ് പ്രാണായാമം. പ്രാണായാമം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ യോഗ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ തെറാപ്പിയുടെ ബേസ്മെൻറ്റ് രോഗങ്ങളിൽ 80% സൈക്കോസൊമാറ്റിക്കാണ്. ഡോക്ടർമാർ ഇവിടെ ഉണ്ടല്ലോ. ഇഞ്ചുറി ഉണ്ടോ ബാക്കിയെല്ലാം ഉണ്ടാകുന്നതിൽ ഒരു 20% മാത്രമേ ഉള്ളൂ. കൂടുതലും സൈക്കോസൊമാറ്റിക്കാണ്. സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ മനസ്സ്, ആ മനസ്സിൽ വന്ന അതിനെയാണ് നമ്മുടെ യോഗ ഭാഷയിൽ ആദി എന്ന് പറയും. അവനെ ആദി പിടിച്ചുപോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാണ്? ഒരു മാനസികമായിട്ട് ക്ഷീണിച്ചു അർത്ഥം. ഈ ആദി വരുമ്പോഴറിയാം പ്രാണന നമ്മുടെ ശ്വാസത്തിലത് പ്രതിഫലിക്കും. ശ്വാസത്തിൽ പ്രതിഫലിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം, ആദി വന്നിട്ടുണ്ട്. അത് അടുത്ത ഘട്ടം ഏതായിരിക്കും? അത് ശരീരത്തിലേക്ക് ബാധിക്കും. അപ്പോഴതിന് വ്യാധി എന്ന് പറയും. ആദി വ്യാധിയാവും. ഇങ്ങനെ ആദിയിലൊക്കെ ഉണ്ടാകുന്ന വ്യാധിയാണ് ആദിജ വ്യാധി. മറ്റുള്ള വ്യാധി ഉണ്ടാവും, രോഗങ്ങളുണ്ടാവും. പക്ഷേ 80% ആദിജ വ്യാധിയാണ്. മനസ്സിൽ തുടങ്ങി പ്രാണനെ ബാധിച്ച് ശരീരത്തിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മുടെ ആദിജ വ്യാധികൾ, സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ മുഴുവൻ. അതുകൊണ്ട് അപ്പം ഇതിന് നമ്മുടെ പഞ്ചഭൂതങ്ങളുമായിട്ടും ബന്ധമുണ്ട്. ഇപ്പം നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക? മൂക്കിൻ്റെ. മൂക്കെന്ന് പറഞ്ഞാൽ എന്താണ്? ഗന്ധത്തിൻ്റെ സ്ഥലമാണ്. ഗന്ധം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ മൂലാധാരമാണ്. അങ്ങോട്ട് കടന്നു പോകും. അവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. അപ്പോൾ ആ രീതിയിൽ മെഡിറ്റേറ്റ് നമ്മൾ അമ്പലത്തിൽ ചന്ദനം വളരെ പ്രധാനമല്ലേ? ചന്ദനഗന്ധം ഭൂമിയാണ്. പൂജ മുഴുവനും
പഞ്ചോപചാര പൂജയാണ്. ഏത് അമ്പലത്തിലായാലും തിരക്കില്ല, ഏത് പിന്നെ ഹോമായാലും തിരക്കില്ല, ഏത് പൂജയായാലും തിരക്കില്ല, പഞ്ചോപചാര പൂജയാണ്. ഏതെല്ലാം ശബ്ദസ്പർശ, ഈ ഭൂമി, പൃഥ്വി, തേജോ, വായുരാകാശവും. അപ്പോൾ എന്ത് ചെയ്യും? അതിനൊരു ക്രമം വെച്ചിട്ടുണ്ട്. ജലഗന്ധ പുഷ്പ ധൂപ ദീപ ജലം. ജലം എന്ന് പറഞ്ഞാൽ ജലം തന്നെ, പുഷ്പം എന്ന് പറഞ്ഞാൽ ആകാശമാണ്, ധൂപം എന്ന് പറഞ്ഞാൽ വായുവാണ്, ദീപം അഗ്നിയാണ്. ധൂപ ദീപ ജലം. അപ്പം ഗന്ധം ചന്ദനമാണ് ഉപയോഗിക്കുന്നത്, ചന്ദനം ഭൂമിയാണ്. അപ്പം ഈ രീതിയിൽ പഞ്ചഭൂതങ്ങൾ, ഈ പഞ്ചഭൂതങ്ങളും നമ്മുടെ മൂക്കിലെ ക്രമത്തിൽ. നമുക്കിപ്പോൾ ഈ 2 മൂക്കല്ലേ ആയിട്ടുള്ളൂ, പഞ്ചഭൂതങ്ങളും ഇതിൽ പ്രകടിപ്പിക്കാം. ഈ മൂക്കിൽ 2 മൂക്കിലേക്കൂടി ശ്വാസം പോകുമ്പോൾ ഏറ്റവും ഈ അടുത്തേക്കൂടിയാണ് പോകുന്നതെന്ന് വിചാരിക്കാം. എനിക്കത് ഓർമ്മയില്ല ഏതാണെന്ന്. 2ഉം ഇതിന് അറ്റത്തേക്കൂടി വരുന്നതാണ്, അത് ഭൂമി എന്ന് വിചാരിക്കാം. ഇതാണെന്ന് എനിക്ക് കൃത്യം അറിയില്ല. 2 ഈ അറ്റത്തെ കൂടിയാണെന്ന് വിചാരിക്കാം, അത് വേറൊരു പിന്നെ എന്താ ഭൂതമാണ്. മേലെ കൂടിയാണ് പോകുന്നത്, 2ലേക്കൂടി പോകുന്നുണ്ട്, പക്ഷെ മേലെ കൂടിയാണ് പോകുന്നത്, അത് വായു. താഴെ കൂടെ പോകുന്നത്, മധ്യത്തിലേക്കൂടെ പോകുന്നത്, ഇങ്ങനെയും ബാധിക്കാം. അതേ പറഞ്ഞത്, സ്വരം അല്ലെങ്കിൽ ശ്വാസത്തെ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളുമായിട്ടും കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ശാസ്ത്രമാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതേപോലെ ഞാനത് ഓടിച്ച് തീർക്കുകയാണ്, എന്നിട്ട് വേണം നമുക്ക് ഈ ഒറിജിനലിലേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. 3 ശരീരങ്ങളുണ്ട് നമുക്ക്: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. അത് തന്നെയാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അപ്പോൾ സ്ഥൂലം പിങ്കളയാണ്, പ്രത്യക്ഷം. സൂക്ഷ്മം സ്വാഭാവികമായിട്ടും ഇടയാണ്. കാരണ ശരീരത്തിലേക്ക് പോകുമ്പോൾ സുഷുമ്നയിലേക്ക്. കാരണമാണ് കാര്യമായിട്ട് മാറുന്നത്. ആ കാരണം ആദ്യം ഇടയായിട്ട് മാറും, അല്ലെങ്കിൽ മനസ്സായിട്ട് മാറും, അത് ചിന്തകളായിട്ട് മാറും, ആ ചിന്ത പിന്നീട് ക്രിയയായിട്ട് മാറും. അപ്പോൾ വാസന, വൃത്തി, ക്രിയ, ഇതെല്ലാം കുറച്ച് ടെക്നിക്കൽ വാക്കാണ്. എങ്കിലും സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലേക്ക് വന്നുകൊള്ളണം. ഇനി ഈ സ്വരം എങ്ങനെയാണെന്ന് വെച്ചാൽ, ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഹം എന്നുള്ള ശബ്ദം ഉണ്ടാവും. അകത്തേക്ക് എടുക്കുമ്പോൾ സഹ അല്ലെങ്കിൽ സോ. അപ്പം സോ ഹം, അർത്ഥം മനസ്സിലായല്ലോ. അവൻ തന്നെയാണ് ഞാൻ, അഹം ബ്രഹ്മാസ്മി. സോ ഹം, സോ ഹം, ഹം സ. നമ്മുടെ ഹംസക്കേൻ്റെ നമ്മുടെ മുംബൈയുള്ളത് തന്നെയാണ്. ഹംസ സോഹം രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിന് അജപാജപം എന്നാണ് വേറെ പേര്. ജപിക്കാത്ത ജപമാണ്. എല്ലാ സമയത്തും ജപിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അറിഞ്ഞാൽ അത് ജപമായി, അറിഞ്ഞില്ലെങ്കിൽ അത് ജപമല്ല. അതുകൊണ്ട് അതിന് അജപാജപം ഒരു പേരുണ്ട്. ഇതിൽ പറയാത്തൊരു സംഗതി എനിക്ക് തോന്നിയിട്ടുണ്ട്. സോഹം ഒന്ന് എല്ലാവരും പറഞ്ഞേട്ടെ. ഇതിൽ സ്വരവുമുണ്ട്, വ്യഞ്ജനവുമുണ്ട്. കാഖ എന്നെല്ലാം വരുന്നതെല്ലാം വ്യഞ്ജനാണ്. ഈ സോഹം നിലയിൽ ഏതെല്ലാം വ്യഞ്ജനം? സാഹനും ഹാനും. മറ്റേത് സ്വരമാണ്. ഇനി സോഹം ഒന്നുകൂടി പറഞ്ഞേ. അതിൽ സാഹ ഒഴിവാക്കണം. ഇപ്പം എന്താവും? ഓം. അതിലെ വ്യക്തിത്വത്തെ ഒഴിവാക്കുക. അതെല്ലാം വ്യക്തിത്വമാണ്. ഞാൻ എൻ്റെ അത് ആളങ്ങോട്ട് വിട്ടേക്കും. അപ്പം നമ്മൾ ഓം എത്തും. അജപജപം. അപ്പം അജപാജപം
ശരിക്കുള്ള ഒറിജിനൽ ജപമായിട്ട് മാറും. ഓം അത് എത്ര വരെ നീട്ടാം? നീട്ടുന്നതിൻ്റെ നീളമൊക്കെ ഞാൻ ഇനി പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓങ്കാരത്തിൻ്റെ തൊട്ട് ഇനി പഞ്ചകോശവുമായിട്ടും ബന്ധമുണ്ട്. അന്നമയ കോശം, പ്രാണമയ കോശം, അത് രണ്ടും പിങ്കളയാണ്. അടുത്ത രണ്ട് മനോമയ കോശം, വിജ്ഞാനമയ കോശം ഇടയാണ്. ആനന്ദമയ കോശം രണ്ടിലെ കൂടിയാണ്. അപ്പോൾ ഇടാ പിങ്കള അത് അവിടത്തേക്ക് കൊടുക്കാം. രണ്ടും രണ്ടും ഒന്നും. 5 പഞ്ചകോശങ്ങൾ വിശദമായിട്ട് കിടക്കുന്നില്ല. അതേപോലെ ഇതിൻ്റെ നിയന്ത്രണത്തിലൂടെ ഈ അന്നമയ കോശത്തെയും പ്രാണമയ കോശത്തെയും അതേപോലെ മനോമയ കോശത്തെയും വിജ്ഞാനമയ കോശത്തിലൂടെയും ഇടയിലൂടെയും ആനന്ദമയ കോശം, ആനന്ദമാണല്ലോ, ഒന്നിലും പെടാത്ത സാധനം, 0 ശൂന്യം. അപ്പോൾ അങ്ങനെയുള്ള ആനന്ദമയ കോശത്തിലേക്ക് കടക്കാനും ഇതിനെ ഒരു മാർഗമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇതിനെ ഒരു പ്രാക്ടീസായിട്ട് വളർത്തിയെടുക്കുക. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ. അഭ്യാസം പ്രധാനമാണ്. വൈരാഗ്യം വേണം, വൈരാഗ്യം കൂടി ഉണ്ടായത് ഗംഭീരായി. അപ്പോൾ അഭ്യാസവും വൈരാഗ്യവും ഒന്നിച്ചു പോകണം. പക്ഷെ അഭ്യാസവും പ്രധാനമാണ് എന്നർത്ഥം. ഇനി പ്രാണനെ പറ്റിയാണ് ചർച്ച ഉള്ളത്. അതായത് പിങ്കള. പ്രാണൻ എത്ര തരമുണ്ട്? പഞ്ചപ്രാണനുമുണ്ട്, ദശപ്രാണനുമുണ്ട്. പഞ്ചപ്രാണൻ പ്രധാന പ്രാണന്മാരാണ്. പ്രാണാപാന വ്യാനോദാന സമാന. അപ്പോൾ അതിൽ പ്രാണനും അപാനനും നമ്മുടെ ശ്വാസത്തിനെ നിയന്ത്രിക്കുന്നതാണ്. ഉള്ളിലേക്ക് എടുക്കുന്നത്, പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ ഈ താഴോട്ടുള്ളത് പ്ര എന്ന് പറഞ്ഞാൽ മേലോട്ടുള്ളത്. അപ്പോൾ അപാനൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിസർജ്യങ്ങളും ഇതൊക്കെ താഴോട്ട് കൊണ്ടുപോകുന്നത് അപാന പ്രാണനാണ്. ശ്വാസത്തെ എടുക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത് പ്രാണനാണ്. അത് രണ്ടിലും പ്രാണൻ വരുന്നില്ല വെച്ചാൽ ആ സമയത്ത് നമ്മൾ ആദ്യത്തേനെ മഹാപ്രാണൻ എന്ന് വിളിക്കണം. അതിനെ 5 എണ്ണത്തായി വിഭജിക്കുമ്പോൾ അതിലൊരു പ്രാണൻ വരുന്നുണ്ട്. പ്രാണൻ, അപാനൻ, അത് ഈ മഹാപ്രാണൻ്റെ 5 വേർതിരിവുകളാണ്. പിന്നെ അത് കൂടാതെ കണ്ണടക്കാൻ കൃകരെന്നോ അതിൻ്റെ പേര് നോക്കുവാണെങ്കിൽ പറയാതിരിക്കാം. ഈ അങ്ങനെയുള്ള ഓരോന്നിനും അവസാനം മരിച്ചാൽ വിട്ടുപോകാത്തൊരു പ്രാണനുണ്ട്. എന്താ? ധനഞ്ജയൻ അല്ലേ? അയാൾ ആ ബാക്കിയുള്ള സാധനം കൂടി ശരിപ്പെടുത്തിയിട്ടേ പോകും. ശവത്തെ ഇത് ചെയ്യുന്നത് ഈ ധനഞ്ജയ പ്രാണൻ. ധനഞ്ജയ എന്നാണ് തോന്നുന്നത്, പേര് പറഞ്ഞില്ല. അതെ, അതാണ്. കൂർമ്മനാണ് ഈ കണ്ണ് അടക്കുന്നവർക്കൊക്കെ ചെയ്യുന്നത്. കൃകരൻ ദാഹവും വിശപ്പലും ഉണ്ടാക്കുന്ന അയാളാണ്. എന്താണ് കഫിങ് ഒക്കെ ഉണ്ടാക്കുന്നത് കൃകരനാണ്. ദേവദത്തനാണ് ഉറക്ക് വന്നു ഇപ്പോൾ കാണിക്കും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കാണിക്കും. വായ ഉളക്കുന്നതെല്ലാം അത് ഈ ദേവദത്തൻ്റെ പണിയാണ്. ഉറക്ക് വരുമ്പോൾ വായ തുറക്കുക. ഇതല്ല. പിന്നെ നാഗൻ ഇങ്ങനെ പറയുന്നത് തേട്ട് അങ്ങനെയുള്ളല്ലോ, അതിന് നാഗപ്രാണനാണ്, ഉപപ്രാണനാണ്. ധനഞ്ജയനാണ് മരണശേഷവും നിലനിൽക്കുന്ന പ്രാണൻ. ഇത് ഈ പ്രാണന് ഓരോന്നിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. സൂക്ഷ്മത്തിൽ കയറി പോയിക്കൊള്ളുക, ഇത്രേ ഉള്ളൂ.
ഇതെല്ലാം ഞാൻ പേജ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഞാനതിൽ വിഷയങ്ങൾ കൂടി വായിക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ഓടിച്ച് പോയതിന് ശേഷം ഇതിൻ്റെ ഒരു ജനറൽ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാൻ വെച്ചില്ല. ചക്രാസായിട്ട് ബന്ധമുണ്ട്. പഞ്ചതത്വങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഹഠയോഗം. ഠ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ഹ എന്ന് പറഞ്ഞാൽ സൂര്യൻ. അങ്ങനെ ഹഠയോഗം, ഠകാര ചന്ദ്ര, ഹകാര, അങ്ങനെ ഹഠയോഗത്തിൽ തന്നെയുണ്ട്. അപ്പം ഹായുടെയും ഠായുടെയും യോഗമാണ് ഹഠയോഗം. അപ്പോൾ അവിടെ ഇന്ത്യയും ഇംഗ്ലീഷ് ചേർന്നു. അപ്പം ഈ പ്രാണനെ ശുദ്ധീകരിക്കാൻ എന്താണ് വഴി എന്ന് ചോദിച്ചാൽ, ചക്രങ്ങളെ ശുദ്ധീകരിക്കാൻ എന്താണ് വഴി? അപ്പോൾ നമ്മുടെ ഷഡ്ക്രിയകൾ വരും. ഇന്ന് ഷഡ്ക്രിയ ചെയ്തോ? ഇല്ല. അപ്പോൾ എല്ലാം 5 തരത്തിലുള്ള ക്രിയകളിലൂടെ ശരീരം ശുദ്ധമാക്കുക. നമ്മൾ ഈ വിചാരിക്കും ഇതൊന്നും ചെയ്യാനാവാത്തതാണ്. ഇതിനിടെ ഞാൻ നീലേശ്വരത്തുള്ള ഒരാൾ, എനിക്കിത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ബസ്തി എന്നല്ല പറയാ, താഴോട്ട് കഴുകി കളയുക. അപ്പോൾ ഞാൻ നീലേശ്വരത്തിൽ ഒരാൾ പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ കുളത്തിൻ്റെ അടുത്തിരിക്കുക, ഒരു പ്രായമായിട്ടുള്ള ഒരാൾ നേരെ വന്ന് വെള്ളത്തിൽ പോയിട്ട് ഇത്രയോളം നിന്നു. ശ്വാസത്തിൻ്റെ ഒരു ഗതി അയാൾ നിയന്ത്രിച്ചപ്പോൾ വെള്ളം മുഴുവൻ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഗുദത്തിലൂടെ, സാധാരണ ഗുദത്തിലൂടെ ഒന്നും കയറില്ല, അത് ടൈറ്റാണ്. പക്ഷെ അത് നിയന്ത്രിച്ചാൽ സാധിക്കും. ഇപ്പം നമ്മൾ വസ്തു ചെയ്യുന്നത് അങ്ങനെയല്ല. ഈ എന്താണ് ഇത് എന്നതിന് പറയുന്നത്, എനിമ നമ്മൾ കെട്ടി തൂക്കിയിട്ട് കയറ്റാണ്, അതിൻ്റെ ബലത്തിലാണ്. ഇതങ്ങനെയല്ല, അവിടെ ഇരുന്നിട്ട് ശ്വാസം നിയന്ത്രിച്ചാൽ ഉള്ളിലേക്ക് വെള്ളം കയറും. അത് എന്നിട്ട് അയാൾ പുറത്തേക്ക് ഓടി ആ മലം മുഴുവൻ പുറത്ത് കളഞ്ഞു. പിന്നെ വന്നിട്ട് പിന്നെ ഒരു വയറ് കഴുകലുണ്ട്. അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി കുറേ നേരം കിടന്നിട്ട് ഇതിങ്ങനെ ഈ പൂക്കുറ്റി പോലെ ഇങ്ങനെ ചീറ്റി വരുന്നതാണ്. ഇത് വെള്ളം പുറത്തേക്ക് ക്ലീനാണ്. ബോഡി ഇവിടത്തേക്ക് വെള്ളം, ഇവിടുന്ന് വെള്ളം കുടിക്കും, ഇതിലേക്ക് പോകും. സാധിക്കൂലേച്ച സാധിക്കും, തെളിവാ. അപ്പോൾ അതുപോലെയുള്ള ഷഡ്കർമ്മങ്ങൾ ചെയ്തിട്ട് ശരീരത്തെ ശുദ്ധമാക്കിയാൽ പ്രാണന്റെ പ്രവാഹം നേരവും. ഇപ്പം യോഗയായിട്ട് ബന്ധമില്ലേ? ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഷഡ്ക്രിയകൾ ഇതിൽ ഭാഗമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വാമ ദക്ഷിണ ശൂന്യ എന്ന് പറഞ്ഞു. ഈ ശ്വാസത്തിന് അതിൻ്റെ ദൈർഘ്യത്തിന് വ്യത്യാസം വരുന്നുണ്ട്. ഞാനതൊന്ന് വായിക്കാം. സാധാരണ ലെങ്ത്, ഈ നീളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശ്വാസത്തിന് സ്പീഡ് കൂടുക എന്നാണ്. ശക്തി കൂട്ടിയാലാണ് അത് വരിക. ശക്തി കുറഞ്ഞാലോ മധ്യത്തിലേക്ക് വന്ന് ഇപ്പം ശക്തിയേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ശ്വാസം വളരെ ദീർഘമായിരിക്കും. ശ്വാസം പോകുന്നത് അറിയില്ല, ശ്വാസത്തിന് ഒരു ശക്തിയുമില്ല എന്ന് പറഞ്ഞാൽ മനസ്സ് പരമശാന്തമായിരിക്കും. സ്പീഡ് കൂടുന്തോറും മനസ്സ്, അതിൻ്റെ വികാരങ്ങൾ കൂടുന്തോറും സ്പീഡും ശക്തിയും കൂടും. അപ്പോൾ നാച്ചുറൽ ലെങ്ത് 7 to 12 ഇഞ്ചാണ് നമ്മുടെ ശ്വാസത്തിൻ്റെ സാധാരണ ഒരാൾ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ശ്വാസം എടുത്തിട്ട് കൈ നോക്കുക, ആ കൈയിലേക്ക് തട്ടുന്ന അത്ര ദൂരം എടുത്താൽ അത് 7 ഇഞ്ച് to 12 ഇഞ്ച് വരെ വരാം. വന്നാൽ നിങ്ങൾ നോർമലാണ്.
വേറെ കുഴപ്പമൊന്നുമില്ല, ആരും ഉപദ്രവിച്ചിട്ടില്ല ഇങ്ങോട്ട്. നമ്മൾ അങ്ങനെ എടുക്കും. ഡ്യൂറിങ് സ്റ്റേറ്റ് ഓഫ് ഇമോഷൻ 12 ശേഷം 36 വരെ വരാം. 36 എന്ന് പറഞ്ഞാൽ 3 അടി, 12 ഇഞ്ചാണ് 1 അടി. അപ്പം 3 അടി ദൂരം വരെ വരുന്ന അത്രയും സ്പീഡ് ഉണ്ടാവും ഒരാൾ അടിക്കാനെല്ലാം പോയാൽ. ഭയങ്കര ദേഷ്യം വന്നിട്ട് ഒരാൾ അടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ശ്വാസം നോക്കിയാൽ മതി, ഒരു 3 അടി നീളം ഉണ്ടാവും. അതാണ് വൈൽ സിംഗിങ്, പാട്ട് പാടുമ്പോൾ സാധാരണ ഇന്ന് അധികം വരുവാണ്. 16 അങ്കുലം, 16 ഇഞ്ച്. വോമിറ്റിംഗ് 18, ശക്തി കൂടും. ഈറ്റിംഗ് 24, നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ മൂക്കുന്നത് നല്ല നീളം ഉണ്ടാവും അതിന്. സ്ലീപ്പിംഗ് 30. ഇനി എക്സർസൈസ്, കോപ്പുലേഷൻ എല്ലാം 36. ഭയങ്കരമായിട്ട് ശാരീരികമായിട്ടുള്ള അധ്വാനം വന്നാൽ 36 മുതൽ 100 വരെ ശ്വാസത്തിന് ശക്തി വരും, ദൈർഘ്യം വരും. അധ്വാനം എത്ര അധ്വാനം കൂടുന്നോ അതിനനുസരിച്ച് അവരുടെ ശ്വാസത്തിന് അത്രയും ഓക്സിജൻ കയറണമല്ലോ, അതാണ്. അപ്പോൾ ഈ സ്വരത്തെ എങ്ങനെ കുറക്കാം, അതാണല്ലോ ആവശ്യം. നമുക്ക് മനസ്സമാധാനമാണ് വേണ്ടത്, ആനന്ദമാണ് വേണ്ടത്. എങ്ങനെ കുറക്കാം, അതിനാണ് നമ്മൾ നാഡീ ശോധന, ഈ മേലെ അടുത്തേക്കൂടെ എടുക്കുക, വലത്തേക്കൂടെ വിടുക, അടുത്തേക്ക്, ഇങ്ങനെയുള്ള പല പരിപാടികളും ചെയ്യുന്നതെല്ലാം തന്നെ ഇതിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ ഇതിൻ്റെ നീളം കുറക്കുക, അതാണ് ഏറ്റവും. എത്ര കണ്ട് ഇത് കുറക്കുന്നുവോ അത്രയുമാണ് അവൻ യോഗയോട് അടുക്കുന്നത്. എപ്പോഴാണോ ശൂന്യമാവുന്നത് അതിനർത്ഥം അവൻ യോഗിയാണ്. വൃത്തികളെല്ലാം അടങ്ങിയിട്ടുണ്ട്, ചിത്തത്തിൽ ഒരു ചിന്തയുമില്ല. അങ്ങനെ വൃത്തി അടങ്ങുന്ന ഒരവസ്ഥയാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ ഈ സ്വരം ശൂന്യമായിരിക്കും, അതാണ്. ഇനി ഇതിലെ കുറേ ഫലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കവിത എഴുതണം തോന്നിയാൽ എങ്ങനെ വേണം, എങ്ങനെ, ഞാൻ പറഞ്ഞത് ഇത് വെറും ഇതല്ല, ഇത് കുറച്ച് പിന്നെ എന്താണ്, ഇതിൽ പലതും ജ്യോതിഷവും ഒക്കെ ആയിട്ട് ഒരു കലർന്ന സാധനമാണ്. താങ്കൾക്കെല്ലാം നല്ലോണം പറ്റുന്ന സാധനമാണ്. ഉറപ്പായിട്ട് ഇതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരാൾ വന്നാൽ ഇങ്ങനെ അയാൾ ഏത് ഭാഗത്ത് നിന്നാൽ. ഇനി ഇതിന് വല്ല നിയമവുമുണ്ടോ? സാധാരണ തോന്നിയ മാതിരി ഇടത്തേലും വലത്തേലും പരിപാടിച്ചല്ല. അത് ചന്ദ്രനായിട്ട് ബന്ധപ്പെട്ടില്ല. അപ്പോൾ വെളുത്ത വാവിന് കറുത്ത വാവ് കഴിഞ്ഞ് ആദ്യത്തെ 3 ദിവസം ഏതിലെ കൂടെ ആയിരുന്നു എനിക്കിപ്പോൾ ഓർമ്മയില്ല, എടുത്തതായിരിക്കും, അല്ലെങ്കിൽ വലത്തേത്, ഏത് 3 ഇരിക്കാം. 4, 5, 6 ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി മറ്റേ മൂക്കിലെ കൂടെയായിരിക്കും രാവിലെ തുടങ്ങുന്നത്. അത്രേ ഉള്ളൂ, ഫുള്ളല്ല. ഇത് തുടങ്ങിയാൽ ഒരു ദിവസം ഇടത്തേലൂടെയേ പോവുള്ളൂ, അല്ല 1 മണിക്കൂർ കഴിയുമ്പോൾ മാറും. മുമ്പേത്തത് 2.5 നാഴിക എന്നാണ് അതിന് പറയുക. 1 നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റാണ്. 2 നാഴിക 48, ഒരു 12, 1 മണിക്കൂർ നടത്താം. 60 മിനിറ്റ് കൊണ്ട് അതുവരെ ഇടത്തുണ്ടായത് വലത്തിലേക്ക് മാറും. പിന്നെ 1 മണിക്കൂർ വലത്തായിരിക്കും. അങ്ങനെ 24 മണിക്കൂർ കൊണ്ട് 24 പ്രാവശ്യം മാറും. അതിന് ആ സമയത്ത് ഈ ഇടത്തേനെ തന്നെയാണെങ്കിലും
അത് ഭൂമിയാണോ? അതും കണ്ടുപിടിക്കാം. ഈ അതേപോലെ അത് ഏത് രാശിയിലാണ്? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു രാശികളുണ്ടല്ലോ. ഈ ഇവർ ഇംഗ്ലീഷുകാർ സെപ്റ്റംബർ, ഒക്ടോബർ, സപ്ത അമ്പരം ഒരു രാശിയാണ്, 7ാമത്തെ രാശിയാണ്. കള്ളന്മാർ കട്ടുണ്ടായത്. സെപ്റ്റംബർ 7ാമത്തെ രാശി, ഒക്ടോബർ 8ാമത്തെ രാശി, നവംബർ 9ാമത്തെ രാശി, ഡിസംബർ 10ാമത്തെ രാശി. ഡിസംബർ ഇപ്പം 12ആണ് അവർ നടത്തുന്നത്. അതെന്ത് പറ്റിയതറിയോ? ജൂണ് കഴിഞ്ഞ് പിന്നെ അവർക്ക് തോന്നി ഈ 10 ഉണ്ടായിരുന്നു പോകുന്നില്ല, ഒരു കൊല്ലം തീരുന്നില്ല, 2 കൊല്ലത്തിൻ്റെ കുറവ്, 2 മാസത്തിൻ്റെ. ജൂലൈ, ഓഗസ്റ്റ്, ജൂലിയസ് സീസറിൻ്റെ പേരിലൊരു മാസം ചേർത്തു, ഓഗസ്റ്റസിൻ്റെ പേരിലൊരു ചേർത്തു. അങ്ങനെ 7, 8 പോയപ്പോൾ നേരെയോ 9ാമത്തേത് സെപ്റ്റംബറായി. അങ്ങനെ അതുകൊണ്ട് കിട്ടെ. ഏതായാലും രാശി ഇതിൽ ബാധകമാണ്. അപ്പോൾ ഈ 12 രാശികൾ ഇതിൽ മാറി പകൽ ഒരു റൗണ്ട് അങ്ങ് തീരും. അത് ഏതെല്ലാം രാശി എന്നതിൽ പ്രത്യേകം പറയുന്നുണ്ട്, സംസ്കൃത ശ്ലോകത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ തിഥീൻ്റെ ഞാൻ ഇതിൽ 1 മുതൽ 3 വരെ ചന്ദ്രനാണ് ജനിക്കും. രാവിലെ എന്താണ് ഉദയത്തിന് ആദ്യത്തെ, അതായത് ആദ്യത്തെ 1 മണിക്കൂർ ചന്ദ്രനായിരിക്കും, അതായത് അടുത്തേ കൂടെ ആയിരിക്കും മൂക്ക് ശ്വാസം പോകുന്നത്. പിന്നത്തെ 1 മണിക്കൂർ വലത്തായിരിക്കും. അങ്ങനെ പോകുന്നു. 4 മുതൽ 6 വരെ തിരിച്ച് സൂര്യൻ. 7 മുതൽ 9 വരെ വീണ്ടും ഇടത്തേക്ക് തന്നെ വരും. ഈ രീതിയിലുള്ള മാറ്റം സംഭവിക്കും. ഏകദേശം ഞാനൊരു ഐഡിയ ഞാൻ പറഞ്ഞതാണ്, ഇതിലെന്തെല്ലാം ഉണ്ട് എന്ന് അറിയണമല്ലോ. ഇനി ഇതിലത്തെ വിഷയവിവരങ്ങൾ ഞാനൊന്ന് ചുരുക്കി വായിക്കാം. ശിവസ്വരോദയം എന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയായിട്ടുള്ള സംഭാഷണം. സ്വാഭാവികമായിട്ട് മിക്കവാറും ശിവസംഹിത എങ്ങനെയാണ്, ശിവനും പാർവതി ചോദിക്കും, അതിന് ശിവൻ ഉത്തരം പറയും, അങ്ങനെയാണ്. അപ്പോൾ ആദ്യം ഒരു ഇൻട്രഡക്ഷനാണ്, ലോകത്തിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു 9 ശ്ലോകം ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. പിന്നീട് 10, 11, 12 ഈശ്വരജ്ഞാനം, വാട്ടീശ്വര എന്ന് പറയുന്നതാണ് 3 ശ്ലോകം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചോദിച്ചാൽ ഞാനത് വായിക്കാം, ഒറിജിനൽ. അതാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് പോവാം. ജനറൽ ഐഡിയ ഇപ്പോൾ കിട്ടിയല്ലോ നമ്മൾ ഇതിലെന്താ നടക്കുന്നതെന്നില്ല. 3ാമത്തേത് 13 മുതൽ 19 വരെയുള്ള ശ്ലോകമാണ് ശിഷ്യലക്ഷണം. ആർക്കാണ് സ്വരജ്ഞാനം കിട്ടാനുള്ള യോഗ്യത? ഹൂ ഈസ് ദാറ്റ്? ഹൂ ഈസ് എലിജിബിൾ? എലിജിബിലിറ്റിയാണ് അടുത്തത്. പിന്നെ 20 മുതൽ 30 വരെ സ്വരത്തിൻ്റെ മാഹാത്മ്യമാണ്. വൈ യു, എന്തിനാണ് ഇത് പഠിക്കുന്നത്? അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. അത് പാർവതി ചോദിക്കും, എന്തിനാ ഈ പഠിക്കൽ നിൽക്കുന്നത്? അപ്പം അത് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ 54 മുതൽ 14 ശ്ലോകം യോഗയായിട്ട് യോഗ സാധന എന്നുള്ളതിനൊക്കെയാണ് എടുക്കുന്നത്. ഇതിൽ ഒരു മുദ്ര മാത്രം വരുന്നുണ്ട്, ഷൺമുഖി മുദ്ര. എന്തിനാണെന്ന് മനസ്സിലായല്ലോ? ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ സ്വരം കേൾക്കാനാണ്. എല്ലാം അടച്ച്, കണ്ണും മൂക്കും എല്ലാം അടച്ചിട്ട് സ്വരത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കും. ഷൺമുഖി മുദ്ര. അത് മാത്രമേ ഒരു യോഗ എന്നുള്ള ഒരു ആസനത്തിൻ്റെ ഒരു പേരെടുക്കണമെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഇനി 69, 70 2 ശ്ലോകം ശുഭമായിട്ടുള്ള ആഴ്ചകൾ. അതെ. 71, 72 തത്വങ്ങൾ, അതായത് ഭൂമി മുതലായിട്ടുള്ള തത്വങ്ങൾ. 73, 74 രാശികൾ. പറഞ്ഞല്ലോ, ഓരോ രാശി, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, എല്ലാ രാശികളും അത് ഏത് സമയത്തുണ്ടാവും എന്ന് കാണിക്കുന്നത്.
75 മുതൽ 81 വരെ യാത്ര പോകേണ്ടത് എങ്ങനെ? ഏത് സമയത്ത് യാത്ര പോയാൽ നമ്മൾ പറഞ്ഞ ഉദ്ദേശിച്ച കാര്യം സാധിക്കും? നമുക്കൊരു പ്രേരണ കൊടുക്കട്ടെ. ഇത് ആരും ഉണ്ടെങ്കിൽ അത് പക്ഷേ എഴുതി വെച്ചാൽ മതി, യാത്ര ചെയ്യേണ്ട സമയം ഞാൻ പറഞ്ഞുതരാമെന്ന്. ഇത് നോക്കി പറഞ്ഞെടുത്താൽ മതി. ഡൽഹി പോയിട്ട് മടങ്ങി വരണം, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വരും. അതിനെയാന്ന് കിട്ടെ, ഞാൻ ശ്വാസം നോക്കട്ടെ എന്ന് പറയും. അതാണ് യാത്ര. 82 മുതൽ 88 വരെ ദോഷ സമയം. അതാണ് 83 ദോഷ സമയം എന്ന് പറഞ്ഞാൽ ഈ കാണാൻ വരുന്ന ആളുടെ, അതാണ് ഞാൻ പറഞ്ഞത് ജ്യോതിഷം കൂടി ഇതിൽ വരുന്നതെന്ന്. നമ്മളോട് ആരെങ്കിലും ചോദിക്കാൻ വരുമ്പം അവർക്ക് അവരുടെ ദോഷ സമയം പറഞ്ഞു കൊടുക്കാൻ പറ്റിയതാണ്. 89 മുതൽ 101 വരെ 12 ശ്ലോകം ആഗ്രഹപൂർത്തി. നമ്മുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുമോ, എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും എന്നെല്ലാം പറഞ്ഞു കൊടുക്കാൻ ഈ ശ്ലോകം വായിച്ചാൽ മതി. ഒരു ഉദാഹരണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം. പിന്നെ ഇടാനാടിയുടെ നല്ല സമയം ഏതെല്ലാം? 102 മുതൽ 113 വരെ. എത്ര? 9 ശ്ലോകം, അല്ല 11 ശ്ലോകം. പിങ്കളയുടെ നല്ല സമയം 9 ശ്ലോകം, 114 മുതൽ 123 വരെ. അടുത്തത് സുഷുമ്ന നാഡിയുടെ നല്ല സമയം, അതും ഇതുപോലെ 15 ശ്ലോകം. 150 മുതൽ 154 വരെ ഷൺമുഖി മുദ്ര. എങ്ങനെ? എന്തിനു വേണ്ടിയിട്ട്? സമയം നേരെയാക്കാൻ. പിന്നെ 155 ഭൂതവർണം, ഭൂമിയുടെ കളർ എന്താണ് എന്നൊക്കെയില്ല അതോട്. അടുത്തത് ഭൂതസ്ഥാനം, നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്താണ് ഏത് ഇരിക്കുന്നത് അത്. 157 ഭൂതത്തിൻ്റെ ടേസ്റ്റ്. അടുത്തത് ഭൂതത്തിൻ്റെ ചലനം. അപ്പം വർണ്ണം, സ്ഥാനം, ടേസ്റ്റ്, ചലനം, ഇതെല്ലാം നമുക്ക് നാടി നോക്കി പറയാൻ പറ്റും. അതാണ് 180 ചിന്തകൾ ഏത് തരത്തിലായിരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ നാടി നോക്കിയിട്ട്. പിന്നെ 181 മുതൽ 84 വരെ പ്രായമുള്ളവർക്ക് നടക്കാൻ പോകണോ വേണ്ടയോ, ഏതിലെ കൂടെ നടക്കണം, വാക്കിംഗ്. ചില ഉദാഹരണം നമുക്ക് വായിക്കാം, അന്നേരം മനസ്സിലാവും. പിന്നെ 185 മുതൽ 86 വരെ തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ, തിരുവനന്തപുരത്തേക്ക് പോകണോ കാസർഗോഡേക്ക് പോകണോ. ഞാൻ നാളെ കാസർഗോഡേക്കാണ്, നിൽക്കട്ടെ മറ്റന്നാൾ. ഇന്ന് തിരുവനന്തപുരം പോകണ്ട, പോയിക്കോ. ഡയറക്ഷൻസ്. പിന്നെ 187 മുതൽ 91 വരെ 4 ചോദ്യങ്ങൾ. ഏതെല്ലാം തരത്തിൽ വരും ചോദ്യം വരും, അതിൻ്റെ സ്വഭാവം അതൊക്കെ. 192 മുതൽ 196 വരെ ശരീരത്തിലുള്ള ഭൂതത്തിൻ്റെ സ്ഥാനം. 197, 199 വളരെ പ്രധാനപ്പെട്ട ലാഭം. പൈസ എടുന്ന് കിട്ടും, എങ്ങനെ കിട്ടും? ലാഭം. പിന്നെ 201 മുതൽ 24 വരെ നക്ഷത്രം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രയോഗം. അത് 205 മുതൽ 208 വരെ ചോദ്യക്കാരൻ എങ്ങനെ ഇരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ജ്യോതിഷമുണ്ട്. ജ്യോതിഷക്കാരനല്ലോ ഇത് കാണാൻ ചോദിക്കാൻ പോകുമ്പോഴല്ലോ. അപ്പോൾ അവർ ചോദ്യക്കാരൻ എങ്ങനെയുള്ള ആളാണ് എന്നുള്ളതൊക്കെ വരുന്നതാണ് അത്. 208 മുതൽ 213 വരെ തത്വ ലക്ഷണം. തത്വം എന്ന് പറഞ്ഞാൽ 5 തത്വങ്ങൾ. ഭൂമി അല്ല, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ 14 മുതൽ 29 വരെ പ്രാണന്റെ ചലനവിധികൾ. ഇത് പണ്ട് രാജാക്കന്മാർക്കായതുകൊണ്ട് യുദ്ധം, അതിൽ എങ്ങനെയുള്ള സൈന്യത്തിനെ കൂട്ടണം, അവരുടെ ഏതെല്ലാം ആയുധെടുക്കണം, ഇതൊക്കെ പറയുന്നതാണ്. പിന്നെ 230 മുതൽ 15 ശ്ലോകം യുദ്ധമാണ് വിഷയം.
പിന്നെ ഒരു 5 ശ്ലോകം ഭൂതപരീക്ഷണം, അതെങ്ങനെയാണ്, എവിടെയാണ്, ആ രീതിയിൽ. പിന്നെ ഒരു 23 ശ്ലോകം നിങ്ങൾക്ക് കാലിന് മുറി വരുമോ, വീണ് കാല് പൊട്ടുമോ, തല പൊട്ടുമോ, ഇങ്ങനെ ഇഞ്ചുറി, അതെല്ലാം പറയുന്നതാണ് ആ ശ്ലോകങ്ങൾ. ചെറുപ്പക്കാർക്ക് വേണ്ടിയില്ലാണ് അടുത്തത് 9 ശ്ലോകം. സ്ത്രീയെ എങ്ങനെ ആകർഷിക്കാം, തിരിച്ചും. അതുകൊണ്ട് ആരും വിടണ്ട, ഇത് എല്ലാവർക്കും പറ്റിയ എണ്ണിയില്ലേ. പിന്നെ 286 മുതൽ 314 വരെ ഗർഭലക്ഷണങ്ങൾ. ഏത് സമയത്ത് അവർ തമ്മിൽ മേടിച്ചാൽ ആൺകുട്ടി ഉണ്ടാവും, ഏത് സമയത്ത് ഗർഭമുണ്ടായാൽ പെൺകുട്ടിയായിരിക്കും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരെ ഇതിൽ വരുന്നത്. ഇത് പ്രയോഗിച്ചിട്ട് അനുഭവമുള്ളവരെ എനിക്കറിയാം. അയാൾ ഇതൊരു വളരെ സൂത്രം മാതിരി എനിക്കറിയാം മാഷേ എന്നെല്ലാം പറഞ്ഞ് എന്നോട് പറഞ്ഞു, ചില ആളെല്ലാം ഞാൻ ഉപദേശിച്ചിട്ട് ഇപ്പോൾ ആൺകുട്ടി തന്നെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പെൺകുട്ടി പറഞ്ഞ് പെൺകുട്ടി തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ ഇത് വായിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ആശാൻ്റെ പരിപാടി. ഞാൻ ഇയാളെ വീട്ടിൽ ഇത് പുസ്തകം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചിട്ടാണ് അയാൾ ഇത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അനുഭവമാണ്. അപ്പോൾ അവരുടെ ഇൻ്റർ കോഴ്സ് നടക്കുന്ന സമയത്ത് മൂക്കിലത്തെ ശ്വാസത്തിൻ്റെ ഗതി ബാക്കി പറയുന്നുണ്ട്. മെൻസസ് ആയിട്ട് 5-ാം ദിവസം ഇത് കഴിഞ്ഞിട്ട് 5 ദിവസം കഴിയണം, അതൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ അവർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കണം ശ്വാസത്തിൻ്റെ ഗതി, സ്വരം എങ്ങനെയായിരിക്കണം, അത് എന്നാൽ ആൺകുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ പെൺകുട്ടി ഉണ്ടാവും, ഇഷ്ടസന്താനം. പിന്നെ 10 ശ്ലോകം രോഗങ്ങൾ, മാറാരോഗങ്ങൾ, ക്യാൻസർ മുതലായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവോ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ 4 ശ്ലോകം കാലത്തിനെ പറ്റിയാണ്. നമ്മുടെ വർഷങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ടല്ലോ, ആ കാലത്തിൻ്റെ കണക്കാണ്. പിന്നത്തെ 3 ശ്ലോകം എപ്പോഴാണ് കാറ്റ് പോവുക, മൃത്യുലക്ഷണം, മൃത്യുപ്രവചനം. ചിലവർ എനിക്ക് അറിയാം, ഞാൻ 50 വയസ്സിലധികം ജീവിക്കില്ല, അതൊക്കെ പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അത് ഇത് പഠിച്ചിട്ടൊന്നുമില്ല അയാൾ. അവസാനം ആത്മഹത്യ ചെയ്തത് എൻ്റെ അടുത്ത സുഹൃത്താണ്. ആത്മഹത്യ തന്നെ അന്തരീക്ഷം വന്നു, അങ്ങനെ ഒരു അവസ്ഥ വന്നു. അപ്പോൾ അയാൾ അതിന് മുമ്പേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാനൊരു 50 കൊല്ലമേ ഉള്ളൂ എൻ്റെ പരിപാടി. അത് ഈ പറഞ്ഞ ആ സമയത്ത് അയാൾ ഭാര്യ വിട്ടുപോയി, എല്ലാമായിട്ട് ഈ വിഷവും വാങ്ങി വെച്ച് ഹോട്ടലിൽ റൂം എടുത്തിട്ട്, ഇതൊക്കെ നടന്ന കാര്യമാണ്. ഈ എറണാകുളത്തുള്ള ആളാണ്, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവർ ആദ്യം മുതലൊക്കെ കുഴപ്പങ്ങളായിരുന്നു. അപ്പോൾ അവസാനം ഘട്ടത്തിൽ ഇതും എടുത്തു വെച്ചിട്ട് അവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചപ്പോൾ ഒരു ഫോൺ എടുത്തില്ല, ടീം കഴിഞ്ഞു, നടന്നതാണ്. അപ്പോൾ മൃത്യു പ്രവചിക്കാം, മരണം പ്രവചിക്കാൻ അതിനുള്ള സൂത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏത് മൂക്കിലെ കൂടെ ഏത് സമയത്ത് നിന്ന്, എല്ലാം മൂക്കിൻ്റെ പണിയാണ്. ഈ ശ്വാസത്തിൻ്റെ പ്രയോഗങ്ങളാണ് മുഴുവൻ. മൃത്യു ലക്ഷണം, ആ ശ്വാസത്തിൻ്റെ അളവ് നോക്കിയിട്ട് ഇവന് അടുത്തായോ എന്നൊക്കെ നോക്കി പറയാൻ പറ്റും. മൃത്യു ലക്ഷണം. 32 മുതൽ 8 ശ്ലോകം മൃത്യു സൂചന. പിന്നെ ഒരു 23ഓളം ഇതിൻ്റെ ഉപാസന, സ്വര ഉപാസന എങ്ങനെയാണ് എന്നുള്ളത് ആണ്. അവസാനം സമാധി. അവസാനത്തെ കുറേ ശ്ലോകങ്ങൾ സമാധിയെ പറ്റും, സമാധി ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ. ഈ രീതിയിലാണ് ഈ സ്വരയോഗത്തിൻ്റെ ഘടന. അതുകൊണ്ട് സാധാരണ നിലയ്ക്ക് ഞാനിത് ഒരു പ്രാവശ്യം വായിച്ചിട്ട് വിട്ടതാണ്. കാരണം യോഗയിൽ വലിയ കണക്ഷനൊന്നുമില്ല, എനിക്ക് വലിയ താല്പര്യമില്ല. ബാക്കിയില്ലെങ്കിൽ ഞാൻ ജ്യോതിഷം മസ്രയിൽ പഠിച്ചതാണ്, പക്ഷേ ജ്യോതിഷം തൊട്ടില്ല. എനിക്കത് ഇഷ്ടമല്ലാന്ന് പറയേണ്ട ശാസ്ത്രം തന്നെയാണ്, പക്ഷേ എനിക്കതിൽ വലിയ വിശ്വാസമില്ല. അതുകൊണ്ട്
അതുകൊണ്ട് ഏകദേശം അതിൻ്റെ ഒരു ഏട്ടനും അനിയനായിട്ട് വരും ഇത് ചില സമയത്ത്. അതുകൊണ്ട് ഇയാൾ എന്നെ അനിയനാവേണ്ട അത് ചെയ്യാൻ വിട്ടതാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ കൃഷ്ണപ്രിയ പറഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റും. ഇതന്നെ വേണം മാഷ്, ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും വേണോ, ഇതാ വേണ്ട, ആയിക്കോട്ടെ. പക്ഷേ ശാസ്ത്രം നിലനിൽക്ക് തീർച്ചയായും പഠിക്കണം, എല്ലാവരും അറിയേണ്ടതാണ്, ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. ഞാനതാ പറഞ്ഞത്, ചിലതിക്കൽ ഉപയോഗം വന്നിട്ടുണ്ട്. അയാൾ നല്ല പൈസയും മേടിക്കുന്നുണ്ട്. ആൺകുട്ടി വേണോ രജിസ്റ്റർ ചെയ്തോളാം, 10,000 രൂപ. അത് നടക്കുന്നതാണ്. പിന്നെന്ത് ചെയ്യും? അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ക്രമം. ഇനി ചില വിഷയങ്ങൾ ഞാൻ ഇതിലേതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണം. ഇനി അരമണിക്കൂറുണ്ട്. അപ്പം ഏതെങ്കിലും ഭാഗം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ അധ്യായത്തിൽ ചില ഭാഗം നമുക്ക് വായിച്ച് ഇതിനൊരു മോഡൽ മനസ്സിലാക്കാം എന്താണെന്ന്. ഉദാഹരണം ഞാൻ വായിക്കണം. ശുഭ ആഴ്ചകൾ നോക്കാം, കേട്ടാൽ മതി. പിന്നെ ഇതിന് വല്ല ആകർഷണം തോന്നുന്നുണ്ടെങ്കിൽ പുസ്തകം പ്രത്യേകം പഠിച്ചോളൂ. 69-70 നോക്കാം. ഗുരുശുക്ര ബുധേന്ദൂനാം വാസരേ വാമനാടിക. മനസ്സിലാവുന്നുണ്ടോ? ഗുരു വ്യാഴം, ശുക്രൻ വെള്ളി, ബുധൻ ഇന്ദു തിങ്കളാഴ്ച. ഈ 4 ആഴ്ചകളിലും ഗുരു ശുക്ര ബുധ ഇന്ദൂനാം വാസരെ, ആ ദിവസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ വാമനാടിക, എപ്പം രാവിലെ തുടക്ക ദിവസം വാമനാടികയാണെങ്കിൽ അങ്ങനെ ആയിരിക്കുന്നു. സിദ്ധിത, അങ്ങനെ വന്നാൽ സിദ്ധി ഉണ്ടാവും, അതായത് അവർക്ക് അന്ന് ഗുണമുണ്ടാവും. അത് അടുത്തതാണെങ്കിൽ സർവകാര്യേഷു ശുക്ലപക്ഷേ വിശേഷത, വെളുത്ത പക്ഷമാണെങ്കിൽ കൂടുതൽ ഉറപ്പാണ്. കറുത്ത പക്ഷത്തിലും ആവാം, പക്ഷെ വെളുത്ത പക്ഷത്തിൽ കൂടുതൽ ശക്തി ഉണ്ടാവും. അർക്ക സൂര്യൻ, അതായത് ഞായർ, അങ്കാര ചൊവ്വ, സൗരി ശനി, ഇതെല്ലാം വാസരെ ദക്ഷനാടിക. അതിന് പറയാനില്ലല്ലോ, മറ്റേത് പറഞ്ഞാൽ ഈ 3 അങ്ങനെയാണ്. അത് വലത്തെ മൂക്കിലാണെങ്കിൽ, ശ്വാസമാണെങ്കിൽ അന്നത്തെ ദിവസം സ്മർത്തവ്യ ചരകാര്യേഷു, യാത്ര പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ. കൃഷ്ണപക്ഷേ വിശേഷത, അതിന് കൃഷ്ണപക്ഷമാണ് ഉണ്ടാകുന്നത്. ദുഷ്ടഗ്രഹങ്ങളല്ലേ. ഇനി തത്വസം നോക്കാം. പ്രഥമം വഹതേ വായു, വായു തത്വം പ്രഥമം. അപ്പം ആദ്യത്തെ ഈ ഫ്ലോയില് ആദ്യത്തെ ഒരു ഒഴുക്കിൽ ആദ്യം വരുന്നത് എയർ എലിമെന്റ് ഈസ് ആക്റ്റീവ്. പിന്നെയോ ദ്വിതീയം ച തഥാ അനലഹ, അഗ്നി. പിന്നേറ്റത് തൃതീയം വഹതേ ഭൂമി, ഭൂമി തത്വമാണ് മൂന്നാമത്തത്. ചതുർത്ഥം വാരുണ, ജലം. സാർദ്ധദ്വിഘടികേ, നേരത്തെ പറഞ്ഞതാണ്. സാർദ്ധ ദ്വിഘടിക, 2.5 നാഴിക. പഞ്ചക്രമേണൈ ഉദയന്തി ച, അങ്ങനെ ക്രമത്തിൽ വരും. ക്രമാദേകൈക നാട്യാംച, ഓരോ നാടിയിൽ ക്രമത്തിൽ മാറി മാറി വരും. തത്വാനാം പൃഥക് ഉദ്ഭവ, ഈ തത്വവും അതുപോലെ മാറും. അങ്ങനെ ഇനി എല്ലാം സംക്രമവും ഇതിലുണ്ട്.
ഇതൊക്കെ വരുന്നുണ്ട്. അതുകൊട്ടെ നമുക്ക് യാത്രേൻ്റെ ഒന്ന് നോക്കാം. 75 ട്രാവലിംഗ് ഡയറക്ഷൻ. തിഷ്ഠേത് പൂർവോത്തരേ ചന്ദ്രോ, ഈസ്റ്റ് ആൻഡ് നോർത്ത്. ചന്ദ്രൻ ഇടത്തെ സ്വരമാണെങ്കിൽ കിഴക്കോട്ടും, പിന്നെ ഏതാ കൊണ്ടാണ് ഈസ്റ്റ് ആൻഡ് നോർത്ത്, വടക്കോട്ട് അല്ലേ. ഈസ്റ്റ് ആൻഡ് നോർത്ത് ആണ് ഇടത്ത ഭാഗത്തുണ്ടെങ്കിൽ പറയണം. വലത്താണെങ്കിൽ വെസ്റ്റ് ആൻഡ് സൗത്ത്. യാത്രയുണ്ട് ഡയറക്ഷൻ. ദക്ഷനാഡ്യാഹ പ്രസാരേതു ന ഗച്ഛേത് യാമ്യ പശ്ചിമേ. ഈ സമയത്ത് മറ്റേതിൽ പോകാൻ പാടില്ല. തെക്കോട്ട് വടക്കോട്ട് പറഞ്ഞ സമയമുണ്ടല്ലോ, ആ സമയത്ത് വലത്തേതാണെങ്കിൽ പോകാൻ പാടില്ല. ആ ഭാഗത്തേക്ക് മറ്റേ ഭാഗത്തേക്ക് പോയിക്കോളും. മണം പോയാൽ മതി, ഇല്ലെങ്കിൽ തിരിച്ചു വരില്ല. അത് നമ്മൾ പറയില്ലെങ്കിലും. അങ്ങനെ യാത്രയുടെ സംഭവം. ഷൺമുഖി മുദ്ര ഞാൻ വായിക്കുന്നില്ല. ഷൺമുഖി മുദ്ര നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്, അതുകൊണ്ട് വായിക്കുന്നില്ല. പുസ്തകം ഷൺമുഖി മുദ്ര നമുക്ക് ആദ്യം വായിക്കാൻ എന്നിട്ട് കാണിക്കാം. 150. അല്ല, എല്ലാ ഭാഗവും നടക്കുന്ന എത്ര വേറെ ഒന്നുമില്ല. അതിലുള്ളത് തന്നെ വായിക്കണം. ശ്രുത്യോഹ അങ്കുഷ്ഠകേ, ചെവിയിൽ പെരുവരൽ, അതാണ് ശ്രുത്യോഹോ അങ്കുഷ്ഠകേ. ഇനി മധ്യാങ്കുലി നാസാപുടെ, മൂക്കിൻ്റെ അടുത്ത് മധ്യ ഇത്. വദനപ്രാന്തകേജ അന്യാങ്കുലി, ഇവിടെ മറ്റേത് നേത്രയോഹം. ആ രീതിയിൽ വേണം. അസ്യ അന്തസ്തു പൃഥിവ്യാദി തത്വജ്ഞാനം ഭവേത് ക്രമാൻ. എന്നിട്ട് അതിൽ എർത്ത് അങ്ങനെയുള്ളത് ഈ ക്രമം നോക്കിയിട്ട് കണ്ടുപിടിക്കണം. പീതശ്വേത അരുണ വർണ്ണങ്ങളൊക്കെ കിട്ടും. പീതം എന്ന് പറഞ്ഞാൽ ഇത് എർത്താണെന്ന് മനസ്സിലാക്കണം. കണ്ണടക്കുമ്പോൾ ഒരു ലൈറ്റ് വരും, ആ കളർ വന്നാൽ എർത്തിലാണെന്ന് മനസ്സിലാക്കും. അങ്ങനെ അപ്പോൾ ഇത് നമ്മൾ യോഗയിൽ വരുന്നില്ല, സൂക്ഷ്മത്തിലേക്ക് കയറുന്നില്ല. ഇതിൽ ഈ തത്വവും അതിൻ്റെ കളറും ഇതെല്ലാം കയറി വരും. അതാണ് അതിൻ്റെ ചില കുറച്ച് സൂക്ഷ്മമായിട്ടുള്ള വശങ്ങളിൽ ഇത് കയറി വരുന്നുണ്ട്. ഇനി വേറൊരു സാധനമുണ്ട്, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഛായോപാസന. എന്നെ പണ്ട് എൻ്റെ അമ്മാവൻ വലിയ പണ്ഡിതനായിരുന്നു. അന്നേക്കൊന്നും അറിയില്ല. ഒരു ദിവസം രാത്രി ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊരു പുഴയുണ്ട്. ആ പുഴേൻ്റെ അവിടെ പൂർണ്ണചന്ദ്രനായിട്ടുള്ളൊരു ദിവസം. അപ്പം എന്നോട് വലിയ സ്നേഹമാണ്. അപ്പോൾ ചന്ദ്രനിൽ നിന്ന് നമ്മുടെ നിഴൽ വരുമല്ലോ, അപ്പോൾ ആ നിഴലിലേക്ക് നോക്കി നമ്മൾ നിൽക്കണം. എന്നിട്ട് നിഴലിൽ എന്നെ സൂക്ഷിച്ച് നോക്കാം. അതിന് ഛായോപാസന എന്ന പേര്. അതിലെന്നെ നോക്കി നിന്നിട്ട് പിന്നെ എന്താണ് അത് ഛായോപാസന, വൃത്തിയിൽ ഓർമ്മയില്ല, പിന്നെ ചെയ്തിട്ടില്ല അത്. ഇതിലിപ്പോൾ സൂര്യൻ്റെ ഇത് നോക്കില്ല, ഏതെങ്കിലും പിന്നെ ചുമരിൻ്റെ മുകളിൽ നമ്മുടെ നിഴൽ നോക്കാം. എന്നിട്ട് തിരിഞ്ഞ് സൂര്യനെ നോക്കുമ്പം അല്ല, എന്നിട്ട് കണ്ണെടുക്കുക. കണ്ണെടുക്കുമ്പോഴെന്താവുന്നറിയാമോ? ഇത് ചിലപ്പോൾ തല കാണില്ല. സമയമായി നൃത്തം. ഇത് നിഴൽ നോക്കിയിട്ടാണ്, ഛായ. സൂര്യൻ, അതെ, നേരെ സൂര്യൻ ഓപ്പോസിറ്റേക്ക് നോക്കി ചുമരുമുള്ള അത് നോക്കിയിട്ട് കണ്ണെടുക്കുക. നല്ലോണം കുറച്ചേരം നോക്കി അത് നല്ലോണം ഉള്ളിൽ ആക്കണം. ആക്കിയിട്ട് കണ്ണെടുക്കുക. കണ്ണടച്ച് കഴുത്തിന് എന്തെങ്കിലും ഒരു ദ്വാരമാണ് കണ്ടതെന്ന് വിചാരിക്കണം. പലതും കാണാം. അതൊക്കെ ലക്ഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നും എത്ര ശ്ലോകമെന്നറിയാം. 51 മുതൽ 73 വരെ
20 ശ്ലോകമറ്റം ഈ ലക്ഷണം നോക്കിയിട്ടാണ് അതിന് ക്യാൻസർ ഉണ്ടോ മറ്റേതുണ്ടോ എന്നെല്ലാം കണ്ടുപിടിക്കാം. ഞാൻ കണ്ടത് ഇതാണ്, ഈ ചന്ദ്രനെ നോക്കിയിട്ടാണ്. ചന്ദ്രൻ്റെ ആ നിഴൽ നോക്കിയിട്ട് പിന്നെ ആകാശത്തേക്ക് നോക്കുക. ആകാശത്ത് നോക്കുമ്പോൾ ആകാശത്തെ രൂപം കാണാം. ആ കാണുന്നത് കറുപ്പല്ല, വെളുപ്പാണ്. നിഴൽ കാണുന്നത് കറുപ്പ് തന്നെ, പക്ഷെ ആകാശത്തേക്ക് നോക്കിയാൽ വെളുപ്പാണ് കാണും. ആ വെളുപ്പിൽ ചിലപ്പോൾ തലയുണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ണുണ്ടാവില്ല, കഴുത്തുണ്ടാവില്ല. അപ്പം അതിനർത്ഥം ആ ഭാഗത്ത് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ കുഴപ്പം വരാൻ പോകുന്നുണ്ട്. അതാണ് ഛായോപാസന എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും അത്യാവശ്യം അല്ലേ? അത് ശാസ്ത്രീയമാണ് സംഭവം, അങ്ങനെയാണ്. പിന്നെ പ്രാണവിധി നോക്കാം എന്താന്ന് പറഞ്ഞല്ലേ. ഇത് പിന്നെ ഇത് ചോദ്യമാണ്. സ്വരജ്ഞാനി നരോ യത്ര, ശിവൻ പറയാണ്, സ്വരജ്ഞാനി നരോ യത്ര ധനം നാസ്തി തതപ്പരം. ഒരു സ്വരജ്ഞാനം ഉള്ളവന് അവൻ വലിയ പൈസക്കാരനാണ്, അതിനപ്പുറം ഒരു പൈസ കിട്ടാനില്ല അവൻ, അത്ര ധനികനാണ് അവൻ. ഗമ്യതേ സ്വരജ്ഞാനേന ഹി അനായാസം ഫലം ഭവേത്. അവൻ സ്വരജ്ഞാനം കൊണ്ട് അവൻ പറഞ്ഞതെല്ലാം ഭരിക്കും. ദേവി വാച. അപ്പം പാർവതി ചോദിച്ചു, ദേവദേവ മഹാദേവ മഹാജ്ഞാനം സ്വരോദയം. ഈ സ്വരോദയം ഒരു വലിയ ജ്ഞാനം തന്നെയാണ്. ത്രികാല വിഷയം ജൈവ കഥം ഭവതി ശങ്കര. ഇതിനുകൊണ്ട് ത്രികാലങ്ങളെ എങ്ങനെ അറിയാം ചോദിക്കണം. അപ്പോൾ ഈശ്വരോവാച അർത്ഥകാല ജയപ്രശ്ന. 3 തരം ചോദ്യങ്ങളുണ്ട്. ഒന്ന് അർത്ഥകാല ജയ. 3 ചോദ്യങ്ങൾ. അർത്ഥം, കാലം, ജയം, പ്രശ്നം. ശുഭ അശുഭം, അതിനെല്ലാം ശുഭമായിട്ടുള്ളത് അശുഭമായിട്ടുള്ളത്. ഇത് ത്രിധ ഏത ത്രികാല വിജ്ഞാനം. ഇതിനെയാണ് 3 കാലത്തെ അറിയാന്ന് പറയുന്നത്. ന അന്യത് ഭവതി സുന്ദരി, വേറെ തരത്തിൽ വരില്ല. ഇതാണ് പറയുന്നത്. തത്വേ ശുഭാശുഭം കാര്യം. തത്വം അതായത് ഭൂമി മുതലായിട്ടുള്ള തത്വങ്ങൾ, അതിലാണ് ശുഭാശുഭം. തത്വേ ജയപരാജയവും, ശുഭാശുഭവും ജയപരാജയവും ഒക്കെ തത്വജ്ഞാനം കൊണ്ടുണ്ടാവും. തത്വജ്ഞാനം എങ്ങനെ ഉണ്ടാവാം അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏത് മൂക്കിൽ ഏത് ഭാഗത്ത് വന്ന് അത് നോക്കണം. എനിക്കിപ്പോൾ ഇതൊന്നും ചെയ്യാറില്ല. ഞാനിപ്പോൾ ഇത് എന്താണ് ഉള്ളതെന്നറിയാം, അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാവും. അതല്ലാണ്ട് ഞാനിത് പ്രയോഗിക്കാനും പോകുന്നില്ല. അപ്പോൾ ഇത് എന്നെ താൽക്കാലികമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ്, അതത്രേ ഉള്ളൂ. തത്വേ സുഭിക്ഷ ദുർഭിക്ഷേ. സുഭിക്ഷമാവോ ദുർഭിക്ഷാവോ അത് നോക്കിയിട്ട് പറയാൻ പറ്റും. തത്വം ത്രിപദമുച്യതേ. ഇങ്ങനെ 3 ശുഭാശുഭം, ജയാജയം, സുഭിക്ഷ ദുർഭിക്ഷ, ഈ 3 പറയാൻ സാധിക്കും. ദേവി വാച ദേവദേവ മഹാദേവ സർവസംസാരസാഗരെ കിം നരാണാം പരം മിത്രം. മനുഷ്യന്മാർക്ക് ഏറ്റവും മിത്രമായിട്ടുള്ളത്, അവരുടെ ഏറ്റവും സ്നേഹിതനായിട്ടുള്ളത് ആരാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ സർവകാര്യാർത്ഥ സാധകം, എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നത് ആരാണ്? ഏത് സ്വരമാണ്? പ്രാണയേവ പരം മിത്രം. ശിവൻ പറയാണ്, ഏതാണ് മിത്രം? പ്രാണനാണ്. ഈ പ്രാണനല്ല, മൊത്തം പ്രാണൻ. പ്രാണയേവ പരം മിത്രം പ്രാണയേവ പരസഖാ. പ്രാണനാണ് സ്നേഹിതൻ. പ്രാണതുല്യ പരോ ബന്ധു നാസ്തി. പ്രാണന് തുല്യമായിട്ട് വേറൊരു ബന്ധു ഇല്ല. നല്ലോണം നോക്കില്ല, എൻ്റെ ബന്ധു എല്ലാം നീയാണ്. പ്രാണൻ മാത്രം മതി, വേറൊരു ബന്ധു വേണ്ട. നാസ്തി വരാനനെ, അല്ലയോ സുന്ദരി, ഇതിനേക്കാൾ വേറൊരു ഇതില്ല. ദേവി വാച കഥം പ്രാണസ്ഥിതോ വായു ദേഹ കിം പ്രാണരൂപക
ആ പ്രാണൻ എങ്ങനെയാണ് ഉള്ളിൽ നിൽക്കുന്നത്? അതാണ് തത്വേഷു സഞ്ചരൻ പ്രാണോ എന്ന് പറഞ്ഞിട്ടാണ് പ്രാണൻ്റെ പിന്നെ ഡീറ്റെയിൽസിലേക്കെല്ലാം കടക്കുന്നത്. അവിടെ നിർത്താൻ എനിക്ക് തോന്നുന്നത്. ഇത് ചോദിക്കാനുണ്ടെങ്കിൽ വലിയ ചോദ്യം ചോദിച്ചാൽ ഇതിൽ നോക്കിയിട്ട് പറയാനേ പറ്റുള്ളൂ. ഞാനതാ പറഞ്ഞത്, ഇത് ഞാൻ ശാസ്ത്രം പ്രയോഗിക്കുന്ന ആളല്ല, പ്രയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുമല്ല. അപ്പോൾ ഇതൊരു ശാസ്ത്രത്തിൻ്റെ കൗതുകത്തിൽ ഞാൻ വാങ്ങും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ സാധിച്ചത്. ശാസ്ത്രം നല്ല നിലക്ക് തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് നോക്കിയിട്ട് ഇത് പറയാന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയം തന്നെ ആയിരിക്കും. പക്ഷെ അതെല്ലാം ഓർമ്മിച്ചിട്ട് പറയാനും അതിനെ കൊണ്ട് പൈസ ഉണ്ടാക്കാനുള്ള ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നിർത്താതാണ്, വെറുതെ നമ്മൾ നീട്ടിയിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ചോദിക്കാണ്ട് ചോദിക്കാം. അപ്പോൾ ഈ വിഷയം ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, കാരണം ഇതിൽ ആ പ്രാണായാമ കുംഭകവും രേചകവും ഇതൊന്നും ഇല്ല ഇതിൽ. ആ അത് നടുക്ക്, അതിനെയാണ് ശൂന്യം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഇട പിങ്കള ശൂന്യം. ശൂന്യം എന്ന് പറഞ്ഞാൽ മധ്യത്തിലൂടെ പോകുന്നതെന്ന് അർത്ഥം. അത്രേ ഉള്ളൂ. മറ്റേ ക്രമം കാര്യമായിട്ട് ഇതിലേക്ക് വന്നില്ല. അതാണ് പ്രാണായാമം എന്ന് പറയാൻ പറ്റില്ല. പ്രാണായാമം ഇതിലേക്ക് വരുന്നില്ല. അത് ഹഠയോഗത്തിലുണ്ട്. അതിനത് പോകും. യോഗിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ധ്യാനത്തിലേക്ക് കയറാനുള്ള സാധ്യതകൾ എങ്ങനെയുണ്ട് എന്ന് നോക്കലേ നമുക്ക് യോഗിയുടെ ദൃഷ്ടിയിൽ. അതിനാണ് ഞാൻ ഷൺമുഖി മുദ്രയും ഈ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ശ്വാസം മധ്യത്തിൽ ശൂന്യത്തിൽ നിർത്താൻ നമുക്ക്, ഞാൻ അതിൽ പഠിച്ചു ചെയ്തോട്ടാകത, അത് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സഹായം ഇല്ലാതെ ഇപ്പോഴും ഞാൻ വേണമെങ്കിൽ വാസ്തവത്തിൽ ഇതൊന്നും പറയാൻ പാടില്ല. ഇതിങ്ങനത്തെ സദസ്സായതുകൊണ്ടാണ് ഇത് പറഞ്ഞാൽ നമ്മൾ ആശ്വാസമാവുന്നത്. അറിയാലോ നിങ്ങൾക്ക്. നമ്മൾ അഹങ്കാരം പറഞ്ഞു തോന്നിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ അഹങ്കാരമല്ല പറയുന്നത്. ഇത് ഇവിടെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രം പറയുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞില്ലല്ലോ. കൃഷ്ണപ്രിയയിൽ എത്രയോ ക്ലാസ് നമ്മൾ അറിഞ്ഞിരുന്നിട്ടുണ്ട്, അത് പറയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയുള്ളൊരു സദസ്സായതുകൊണ്ട് പറയാം, നമുക്ക് വിത്ത് പ്രാക്ടീസ് ഇടത്തോ വലത്തോ നടുക്കോ നിർത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ എപ്പോഴും നടുക്ക് നിർത്തുക എന്നുള്ളതാണ് കാര്യമായിട്ടുള്ളത്. അത് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമാവും. ഒരു ഇനീക്വൽ എവിടെയും തൊടാതെ നമുക്ക്, അതാണല്ലോ വേദാന്തത്തിൽ വേണ്ടത്. വിഷയങ്ങളും ഒന്നിലും ലയിക്കാതെ ശാന്തമായിട്ട് നിൽക്കാൻ സാധിക്കാൻ രണ്ട് മൂക്കിലേക്കൂടി ഞാൻ കരുതിക്കൂട്ടി ധാരാളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. സാധിക്കും. വിത്തൗട്ട് എനി സപ്പോർട്ട്. നമ്മൾ ഇച്ഛ കൊണ്ട് മൂക്ക് ഇടത്തും മൂക്കും വലത്തും നേരെയാക്കാനും നടുക്കേക്കൂടെ നിർത്താനും എല്ലാം സാധിക്കും. അത് മാത്രമേ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. നമസ്കാരം. ഇവിടെ ഈ സംഗമത്തിൽ വന്ന ശിവ സ്വരോദയം നമ്മളങ്ങനെ തന്നെയാണ് പഠിച്ചേക്കണേ. നമ്മൾ ആളുകൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ശിവസ്വരയോഗം എന്നാണ് എഴുതിയത്. അത് നമുക്ക് ഇതിൽ ചില വിദ്യകളൊക്കെ നമ്മുടെ മാസ്റ്റർ ആളുകൾക്ക് പഠിച്ചിട്ടുണ്ട്, അവർ പ്രാക്ടീസ് ചെയ്യണവരൊക്കെ ഉണ്ട് ഇതിൽ. എന്നാലും അത് അതിമനോഹരമായിട്ട് നമ്മളൊരു ക്ലാസ്സിൽ ഈ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഉറങ്ങാതിരുന്ന ആളുകളത് ശ്രദ്ധിച്ചു, എഴുതിയെടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് ഗുരുപരമ്പരയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നന്ദി ഗുരുപരമ്പരയോട്.